ആദ്യ അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ അർജുൻ ദാസ് സാൻഡി എന്നിവർ അഭിനയിച്ച് തമിഴിൽ നിന്ന് വരാൻ പോകുന്ന സിനിമയാണ് സൂപ്പർ ഹീറോ. സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, തേർഡ് ലുക്ക് ഒക്കെ പുറത്തു വരാൻ പോവുകയാണ്. ഫസ്റ്റ് ലുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ജൂലൈ 6 സെക്കൻഡ് ലുക്ക് ജൂലൈ 8, തേർഡ് ലുക്ക് ജൂലൈ 10 ആണ്. എന്തായാലും സിനിമയിലെ മ്യൂസിക് നമ്മുടെ ഹിഷം അബ്ദുൽ വഹീബാണ്. ഡയറക്ഷൻ നമ്മുടെ വിഘ്നേഷ് വേണുഗോപാലാണ്. എന്തായാലും പടം ഈ വർഷം തന്നെയാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനായിട്ടും സെക്കൻഡ്, തേർഡ് ലുക്കിനൊക്കെ ആയിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സിയോൺ എന്ന് പറഞ്ഞ തമിഴ് സിനിമേൻ്റെയാണ്. സിയോൺ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ശിവകാർത്തികേയൻ വരാൻ പോകുന്ന ഡിവോഷണൽ കൊമേഴ്ഷ്യൽ സിനിമയാണ്. സിനിമയിൽ മ്യൂസിക് നമ്മുടെ സന്തോഷ് നാരായണാണ് ചെയ്യാൻ പോകുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശിവകുമാർ മുരുകേശനാണ്, നമ്മുടെ തായ് കിളവി സിനിമേൻ്റെ സംവിധായകന്. സിനിമ അടുത്ത വർഷം പൊങ്കൽ പ്രമാണിച്ച് തിയേറ്റർ റിലീസിന് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്, 2027. എന്തായാലും സിനിമയിൽ കന്നഡയിൽ നിന്നും ഒരു ആക്ടർ അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ രാജ്ബി ഷെട്ടി, നമ്മുടെ ടെർബോ സിനിമയിൽ വില്ലൻ. ഇതിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ക്യാരക്ടർ റിവീൽ പോസ്റ്റർ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഓൺ ബോർഡ് പോസ്റ്റർ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ വരാൻ പോകുന്ന നമ്മുടെ ഉന്മാദം സിനിമേൻ്റെ തിയേറ്റർ റിലീസ് ഡേറ്റ് തന്നെയാണ്. സിനിമ ഈ വർഷം ജൂലൈ 31 തിയേറ്റർ റിലീസ്. നമ്മുടെ ലിജമോളൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. ജസ്റ്റിൻ വർഗീസ് ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസർ. നമ്മുടെ പൊന്മാൻ സിനിമയിലെ മ്യൂസിക് കമ്പോസറാണ്. കിരൺ ദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടം കുറച്ച് നേരത്തെയാണ് തിയേറ്റർ റിലീസ് വരുന്നത്. സിനിമ ഓഗസ്റ്റ് 7 റിലീസ് പ്ലാൻ ആക്കിയത്. ഇപ്പോൾ നേരത്തെ വരുന്നുണ്ട്, ജൂലൈ ലാസ്റ്റ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സജിൻ ഗോപു, നിഖില വിമലെ, ഗണപതി, ഷെയ്ംടോ ചാക്കോ, മഞ്ജുപിള്ള എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ പേര് ദുംകാത്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ദുംകാത്തു സിനിമേൻ്റെ ഭാഗത്ത് നിന്ന്. മ്യൂസിക് നമ്മുടെ അൻകിത് മേനോനാണ് ചെയ്യുന്നത്. സുധി മെഡ്സൺ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വർഷമാണ് തിയേറ്റർ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസാണ് സിനിമ നിർമ്മിക്കുന്നത്. അതിലും നല്ല രീതിയിലൊരു എക്സ്പെക്ടേഷൻസ് കാണുന്നുണ്ട് സിനിമയിൽ. മറ്റൊരു സിനിമയാണ് ലാലേട്ടൻ ദിലീഷ് പോത്തൻ പ്രൊജക്ട്. എന്തായാലും പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മോഷൻ പോസ്റ്റർ വീഡിയോയും. ടൈറ്റിൽ നെടുങ്കാടം മിറാക്കിൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അച്ചു ബേബി ജോൺ ആണ് സിനിമ നിർമ്മിക്കുന്നത്. ശ്യാം പുഷ്കരൻ, പൗൽസൻ സക്രിയ എന്നിവരൊക്കെയാണ് തിരക്കഥാകൃത്ത്. സിനിമാറ്റോഗ്രാഫി സൈജു ഖാലിദാണ്. മ്യൂസിക് സുഷിൻ ശ്യാമാണ്. സംവിധാനം നമ്മുടെ ദിലീഷ് പോത്തൻ. എന്തായാലും മറ്റൊരു അനൗൺസ്മെൻറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ് ലാലേട്ടൻ സിനിമയിൽ ലൈനപ്പിൽ. എന്തായാലും ഇതും നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് കുറച്ച് OTT റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന പോലെ തന്നെ ലാസ്റ്റ് OTT റിലീസ് അപ്ഡേറ്റ് ആണ്. മലയാള സിനിമയായ നമ്മുടെ ഡോസ് എന്ന സിനിമ തന്നെയാണ്. സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം, API ഫിലിംസ്, ആഹാ വീഡിയോ, ലൈൻസ് ഗേറ്റ് പ്ലേ എന്നീ OTT റിലീസ് പ്ലാറ്റ്ഫോമിൽ തമിഴ്, തെലുങ്ക് ഭാഷയിലും മലയാളത്തിലും നമ്മുടെ ഡോസ് സിനിമ തിയേറ്റർ റിലീസ് ശേഷം OTT പ്രീമിയറിന് പോവുകയാണ്. ജൂലൈ 10 എന്നാണ് കേൾക്കാൻ സാധിക്കും ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റ് നിലവിൽ. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ഷിജു വിൽസന്റെ ഡോസ് എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഹോളിവുഡ് സിനിമയായ ദ ഡെവിൽ മൗത്ത് എന്നാണ്. ഇംഗ്ലീഷ് പകർപ്പിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിൽ ജൂലൈ 29 ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസിന് പോവുകയാണ്. പ്രൈം ഒറിജിനലാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയൊരു സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മലയാളം ഡബ്ബ് ആമസോൺ പ്രൈമിൻ്റെ നല്ല കിടു തന്നെയാണ്. ഞാൻ പറഞ്ഞറിയിക്കുന്നത്, നിലവിൽ പുറത്തിറങ്ങിയ ഷീപ്പ് ഡിറ്റക്റ്റീവ് ഒക്കെ അടിപൊളി കിണ്ണം ഡബ്ബിംഗ് ആണ് കാണാൻ സാധിച്ചത് ഹോളിവുഡ് സിനിമേൻ്റെ മലയാളം ഡബ്ബ്. അടുത്ത സിനിമ നമ്മുടെ തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ പെഡ്ഡി എന്ന് പറഞ്ഞ സിനിമയാണ്. റാം ചരൺ അഭിനയിച്ച ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് പെഡ്ഡി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും മലയാളികൾക്ക് സിനിമ വർക്കാവത്തില്ല, കാരണം അത്രയും വലിയ കാട്ടവരാതമാണ് സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഈ വരുന്ന ജൂലൈ 9 OTT റിലീസിന് പോവുകയാണ് പെഡ്ഡി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററുകളിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 250 കോടിന് മുകളിലൊക്കെ ഗ്രോസ് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ സിനിമ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. മറ്റൊരു സമയത്ത് അഭിനയിച്ച സിനിമയാണ് നമ്മുടെ മൾട്ടി ബെഗറാം എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. സിനിമ എന്തായാലും ജൂലൈ സെക്കൻഡ് വീക്ക് അല്ല, തേർഡ് വീക്ക് ആയിട്ട് ജൂലൈ 24 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമ്മുടെ സമയത്ത് അഭിനയിച്ച സിനിമ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി പല ഭാഷകളിൽ സിനിമ OTT റിലീസ് പ്രീമിയറിന് പോവുകയാണ്. ഓൾമോസ്റ്റ് 80 കോടിന് മുകളിലൊക്കെയാണ് നമ്മുടെ സമയത്ത് അഭിനയിച്ച മൾട്ടി ബെഗറാം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഗ്രോസ് കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ്. മറ്റൊരു സിനിമയാണ് നമ്മുടെ സിംഗ് ഗീതം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ മേടിച്ച്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിൽ ജൂലൈ 9 നമ്മുടെ സിംഗ് ഗീതം എന്ന സിനിമ OTT റിലീസിന് പോവുകയാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് യൂസ് ചാനൽ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.